ഹലോ. നമ്മളിപ്പോൾ ലോകം മുഴുവൻ ഒരു യുദ്ധഭീതിയിലാണല്ലേ. യുദ്ധഭീതിയിൽ പറഞ്ഞാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം നമ്മൾ കൺമുന്നിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യുദ്ധത്തിൻ്റെ ഒരു ഇതിൽ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് അയൺ ഡോം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൊച്ചു ബുദ്ധിയിൽ രുചിച്ചൊരു കാര്യം ഞാൻ ഒരു രാജ്യസുരക്ഷയ്ക്ക് എന്നുള്ള ഞാൻ കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൽ യുദ്ധം നിർത്തണം എന്നാണ്. യുദ്ധം വേണ്ട. നമ്മൾ ഏത് രാജ്യക്കാരായാലും എവിടെയാണെങ്കിലും നമുക്ക് തലേൻ്റെ ഉള്ളിൽ തലച്ചോറാണ്. ഓരോ ഞരമ്പും ഓരോ മനുഷ്യനെ ഓരോ വിധത്തിലല്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്, ജീവിക്കണം. ഏതായാലും എല്ലാവരും ഒരു 60 വയസ്സ് വരെ ഏറി വന്നാൽ മാക്സിമം ഒരു 100, 60, 70, 65 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ഇപ്പോൾ നമ്മൾ ജീവിക്കണുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ നമ്മളെല്ലാം ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. എല്ലാം മറന്നിട്ട് ഒരു എവിടെയെങ്കിലും ഈ ബോഡിക്ക്, ഈ ശരീരത്തിനുള്ളിൽ ഈ പോണ ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ചോരയാണ് പോണത്. അത് ഇൻ്റെതാണെങ്കിലും വേറെ ഒരാളതാണെങ്കിലും എല്ലാവർക്കും ഒരേപോലത്തെ ചോരയാണ്, ഒരേ കളറാണ്. പിന്നെ എന്തിനാണ് ഈ പോരടിക്കണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുന്ന വേണം. ഇതിലൊക്കെ പ്രശ്നം സാധാരണക്കാർക്കായ ജനങ്ങൾക്കാണ്. എങ്ങനെ പറഞ്ഞാലും സാധാരണക്കാരായ ജനങ്ങളാണിതിൽ കൊല്ലപ്പെടുക ഒന്ന്. പിന്നെ അത് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അയൺ ഡോമിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ ഈ അയൺ ഡോമിനെ തകർക്കാൻ കുറേ തകരുന്നുണ്ട്. പക്ഷെ അതല്ല തകർക്കാൻ, അതായത് കബളിപ്പിക്കാൻ ഒരു ഐഡിയ, എൻ്റെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ ഞാൻ പങ്കുവെക്കുക എന്നുള്ളൂ. അതായത് ഇപ്പോൾ അയൺ ഡോം, ഇപ്പോൾ ഒരു ബോംബർ വരികയാണെങ്കിൽ അയൺ ഡോം വന്നിട്ട് കറക്റ്റ് ഇവിടെ വന്നിട്ട് അത് ആകാശത്ത് നിന്ന് ഇടിച്ച് ഒഴിവാക്കണമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് അയൺ ഡോമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു റേഡിയേഷനൊക്കെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദൂരത്തിൽ അല്ലെങ്കിൽ ഇത്ര മുകളിലായിക്കൊണ്ട് മുകളിൽ നിന്ന് അയൺ ഡോമല്ല കഴിഞ്ഞിപ്പോൾ വേറെ ഭൂമിക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ അയൺ ഡോമിന് ഏറ്റവും കണക്ഷൻ, അതായത് ഇത്ര കിലോമീറ്റർ അകലത്തിൽ നമുക്ക് റേഡിയേഷൻ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബഹിരാകാശത്തേക്കൊക്കെ ഉടന മറ്റേ ഇതുണ്ടല്ലോ, ബഹിരാകാശത്തേക്കൊക്കെ നമ്മൾ ഗവേഷണത്തിനായിട്ട് പിന്നെ ഇതുണ്ടല്ലോ, അതേപോലെ ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ 2, 3 അല്ലെങ്കിൽ 4, 5, 6 വരെ പോവുക. അതായത് ബോംബറുകൾ ഘടിപ്പിച്ച് ഈ അയൺ ഡോം വരുന്ന അയൺ ഡോമിനെ ഏതിലാണ് ഇപ്പോൾ ഇത് തട്ടിയിട്ട് ഇത് സ്പ്രെഡായി കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൽ ഒന്നിൽ വന്ന് തട്ടുള്ളൂ. ബാക്കിയുള്ള 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, എൻ്റെ കാഴ്ചയിൽ ഒരു 10 വരെ എങ്കിലും വല്ല ഒരു മിസൈലിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു 6 ചുരുങ്ങിയത് ഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അയൺ ഡോം ഇതിലേത് തകർക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ 4 കണ്ടിട്ട് 4 അയൺ ഡോമുകളാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ ആരാണ് അയൺ ഡോമിന് ഉപയോഗിക്കുന്നത് അവർക്ക് 4 ഒറ്റ ബോംബറിൽ തന്നെ 4 അയൺ ഡോം നഷ്ടമാകണം. അപ്പോൾ സാമ്പത്തികമായിട്ട് ആ ഒരു രാജ്യം
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും, അതേപോലെ അയൺ ഡോം ഉണ്ടാക്കാൻ ഭയങ്കര ചിലവാണെന്നുള്ള ഇതാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബോംബുള്ളേറെ ചിലവ് അയൺ ഡോം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അയൺ ഡോം ഉണ്ടാക്കാൻ ചിലവുണ്ടല്ലോ കൂടും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ഇതുണ്ട്, വേറെ രാജ്യത്തിൻ്റെ അടുത്ത് ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാൻ നിൽക്കില്ല. കാരണം പോരടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തകരുന്നില്ല, ഉറപ്പാണ്. ഇതിപ്പോൾ എന്ത് യുദ്ധം ഉണ്ടായിക്കോട്ടെ, ഏത് യുദ്ധം ആയാലും, ഇപ്പോൾ നടക്കുന്ന ഏത് യുദ്ധമായാലും, നടക്കണമെന്നല്ല, ഏത് യുദ്ധമായാലും അവിടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, എക്കണോമിക്കൽ പ്രശ്നം ഉണ്ടാവും, ഉറപ്പാണ്. സാധാരണക്കാർ ബുദ്ധിമുട്ടും, സമാധാന ജീവിതം ഉണ്ടാവില്ല. ആകെ കുറച്ച് കാലം നമ്മൾ ജീവിക്കണുള്ളൂ. ഈ ജീവിതാവസ്ഥയിൽ നമുക്ക് സന്തോഷമായിട്ട് സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. എന്താ നമ്മൾ ഇങ്ങനെ ആവും? മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരാണ്. ഏത് രാജ്യത്തായാലും മനുഷ്യർ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ പോരടിക്കണമെന്നുള്ളതാണ്. യുദ്ധം നിർത്തണമെന്നാണ് നമ്മളെല്ലാവരും, ഓരോ വ്യക്തികളും ആഗ്രഹിക്കണേ യുദ്ധം നിർത്തണം എന്നാണ്. പിന്നെ ഓരോ രാജ്യക്കാർ ഇതൊന്നും പറയാനില്ല. നമുക്ക് നഗ്നമായ സത്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ ഒരുപാട് കളികൾ കളിക്കും. ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർ ബിസിനസ്സാണത്. അതും നമ്മൾ മനസ്സിലാക്കണില്ല. എവിടെ ചെന്ന് അവസാനിക്കും എന്തോ. ഏതായാലും പെട്ടെന്ന് എന്ത് പ്രശ്നങ്ങളായാലും ഈ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരും പാവപ്പെട്ടവനും എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. സമാധാന ജീവിതമില്ല. എന്തായാലും ഇത് ഒക്കെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ മഹാന്മാർ പഠിപ്പിച്ച പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതം ഏതായിക്കോട്ടെ, പക്ഷേ മനുഷ്യൻ നന്നായി കണ്ട് അന്ന് നന്നായി പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ അവകാശങ്ങൾ നമ്മൾ വെട്ടിപ്പിടിക്കാത്ത അവസ്ഥയിൽ നീങ്ങാൻ ഏറ്റവും ബെറ്റർ അതല്ലേ. ഏതായാലും യുദ്ധങ്ങളൊക്കെ നിൽക്കട്ടെ, യുദ്ധമൊന്നും വേണ്ട. ഇനി നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഓരോ രാജ്യത്തുള്ളത് അവരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ജീവൻ അപകടത്തിലാണ്. പിന്നെ ബോംബ് വീണെടുത്തൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്ഥിരമായിട്ട് നടന്ന ആൾക്കാർക്ക് കാലില്ല, കൈയില്ല, ചിലർക്ക് മദറില്ല, ചിലർക്ക് ഫാദറില്ല. എന്തിനാ വെറുതെ ഇങ്ങനെ? കുറച്ച് കാലമല്ലേ നമ്മൾ ജീവിക്കണുള്ളൂ.